എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ്, കേരള, MG യൂണിവേഴ്സിറ്റികളിൽ ഒരു ഡിഗ്രി പ്രവേശനം ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ അഡ്മിഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കാലിക്കറ്റ്, കേരള യൂണിവേഴ്സിറ്റികളാകുമ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് വിവരങ്ങൾ ഇന്നലെ പ്രസിദ്ധീകരിച്ചു. MG യൂണിവേഴ്സിറ്റി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വിവരങ്ങളും പ്രസിദ്ധീകരിച്ചു. അപ്പോൾ അതിൻ്റെ അഡ്മിഷൻ 17, 18 തീയതികളിൽ നടക്കും. ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മളോട് നിരവധി തരത്തിലുള്ള സംശയങ്ങൾ ചോദിച്ചിരുന്നു. സർ, കാലിക്കറ്റ്, കേരള യൂണിവേഴ്സിറ്റികളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്നായിരിക്കുമെന്ന്. വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായി ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥിനിയുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലേക്കാൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട്, തീർച്ചയായും ലൈക്ക് കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കാലിക്കറ്റ്, കേരള, MG മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റികളിൽ ഒരു ഡിഗ്രി പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള അലോട്ട്മെൻറ്റിൻ്റെ നിരവധി സ്റ്റെപ്പുകൾ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. നമുക്ക് MG യൂണിവേഴ്സിറ്റിയുടെ കാര്യം ആദ്യം എടുക്കുന്നത്, അവിടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു. ജൂൺ മാസം 17, 18 തീയതികളിൽ നടക്കും. ഇന്ന് നാളെ തീയതികളിൽ അഡ്മിഷൻ നടക്കും. നിങ്ങൾ ആദ്യം ലഭിച്ച കോളേജിൽ, അതായത് ലഭിച്ച യൂണിവേഴ്സിറ്റി ഫീസ് നിങ്ങൾ അടയ്ക്കണം. അത് ജനറൽ കാറ്റഗറി ആണെങ്കിൽ 1575 രൂപയും, SC/ST വിദ്യാർത്ഥിയാണെങ്കിൽ SC/ST കാറ്റഗറിയിൽപ്പെടുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ 50 രൂപയും നിങ്ങൾ മാൻഡറ്ററി ഫീ നൽകണം. ഇത് നൽകി നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് കൺഫേം ചെയ്യണം. ശേഷം അലോട്ട്മെൻറ്റ് മെമ്മോ പ്രിൻ്റ് എടുക്കുകയും ശേഷം നിങ്ങൾക്ക് പ്രവേശനം ലഭിച്ച കോളേജിൽ നിങ്ങൾ ഹാജരാകുകയുമാണ് ചെയ്യേണ്ടത്. കാലിക്കറ്റ്, കേരള യൂണിവേഴ്സിറ്റികളിൽ ട്രയൽ അലോട്ട്മെൻറ്റ് വിവരങ്ങൾ ഇന്നലെ പ്രസിദ്ധീകരിച്ചു. എന്നാൽ കേരള യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യുവാണ്? ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, കേരള യൂണിവേഴ്സിറ്റി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നാളെ പ്രസിദ്ധീകരിക്കും. നമ്മൾ അഡ്മിഷൻ ഷെഡ്യൂൾ പ്രകാരം കേരള യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ ഷെഡ്യൂൾ നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്ന ഡേറ്റ് നാളെയാണെന്നുള്ളത് പ്രിയ വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ത് ചെയ്യും? 21 വരുമെന്നാണ് എന്ത് ചെയ്യുന്നത്? അഡ്മിഷൻ ഷെഡ്യൂളിൽ കാണുന്നത്. കേരള യൂണിവേഴ്സിറ്റി നാളെ വരും. അപ്പോൾ മറ്റന്നാളായിരിക്കും അഡ്മിഷൻ നടക്കുക. പ്രിയ വിദ്യാർത്ഥികൾ, ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഓരോ ജില്ലകളിലും അതിശക്തമായ മഴകൾ കാരണം വിവിധ ജില്ലകളിൽ കളക്ടർമാർ അവധി പ്രഖ്യാപിക്കൽ സാധാരണയാണ്. ഇപ്പം MG യൂണിവേഴ്സിറ്റി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു. അപ്പം പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് കളക്ടർമാർ അവധി പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, ഈ അവധികളൊന്നും അഡ്മിഷനെ ബാധിക്കില്ല. ക്ലാസ്സുകൾ ഇല്ല എന്നേ ഉള്ളൂ. അവധിയാണെന്ന് കരുതി നിങ്ങൾ എന്ത് ചെയ്യരുത്? അഡ്മിഷന് പോകാതിരിക്കരുത്. അതൊരു ഏത് യൂണിവേഴ്സിറ്റിയുടെ കേസ് എടുത്താലും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ അവധിയാണെന്ന് കരുതി അഡ്മിഷന് പോകാതിരിക്കരുത്. കാരണം ക്ലാസ്സുകൾ ഇല്ല എന്നേ ഉള്ളൂ. അഡ്മിഷൻ നടപടികളൊക്കെ അവിടെ കൃത്യമായി നടക്കും. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നാളെ പ്രസിദ്ധീകരിക്കുമെന്നുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ നാളെ ഒരു വൈകുന്നേരത്തോടെയൊക്കെ തന്നെ നിങ്ങൾക്ക് പ്രസിദ്ധീകരിക്കും. അപ്പോൾ തീർച്ചയായും ഓരോ യൂണിവേഴ്സിറ്റിയുടെയും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ വരുന്ന മുറയ്ക്ക് നിങ്ങളിലേക്ക് അറിയിക്കും. അപ്പോൾ പുതിയ കാണുന്നതിന് മൈ നെയിം ഈസ് കൃത ഫൗണ്ടർ ഓഫ് സ്കോളർ ഫോർ ദ കരിയർ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.